വെച്ച പലഹാരങ്ങൾ നമുക്ക് എപ്പോഴും പ്രിയപ്പെട്ടതാണ് അല്ലേ? അതുപോലെ തന്നെ പ്രിയപ്പെട്ടതാണ് നമുക്ക് നമ്മളുടെ കൂട്ടുകാരും. എൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരി കൊണ്ടുവന്ന് തന്ന ചക്കയാണത് കേട്ടോ. ഈ ചക്ക വെച്ചിട്ട് നമ്മളൊന്ന് ഒരു അടിപൊളി ചക്കയടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചക്കയട ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാൻ ചക്ക കുക്കറിലൊന്ന് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. 2 വിസിലടുപ്പിച്ചെടുത്താൽ മതിയേ. ഇനി നാളികേരവും ശർക്കരയും വെച്ചിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് തയ്യാറാക്കി എടുക്കുന്നത്. നമ്മൾ മലയാളികൾക്ക് ഇലയടയിലെ ഫില്ലിങ്ങിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? നമ്മളിതിലേക്ക് കുറച്ച് നല്ല ജീരകവും പൊടിച്ചും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ്. ചക്ക ചൂടാറിയതിന് ശേഷം ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ കുറേശ്ശെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 1 കപ്പ് അരിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മളുടെ തേങ്ങയുടെയും ശർക്കരയുടെയും മിക്സും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കയ്യിൽ വെച്ചിട്ട് ഇളക്കിയിട്ട് ശരിയാവാതായപ്പോഴാണ് ഞാൻ കൈ വെച്ച് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് വാഴയിലയിലേക്ക് നൈസായിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനൊരു 20 മിനിറ്റാണ് കേട്ടോ ഈ ചക്കയട കുക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള സമയം. അപ്പോഴേ വെക്കേഷനൊക്കെ അല്ലേ, പിള്ളേർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചക്കയുടെ സീസണൊക്കെ കഴിയും മുന്നേ വേഗം ഉണ്ടാക്കി കൊടുത്തോളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.